അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ഫുഡിൻ്റെ പേരാണ് മൈദ ചപ്പാത്തി. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഫുഡും കൂടിയാണ്. സോ എനിക്ക് നല്ല അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു, ഒന്നിനും പോരുണ്ടായിരുന്നില്ല. ആ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യണം. എനിക്ക് ഒരിക്കൽ ലൈക്ക് മതി. നല്ലപോലെ കൂടി ആയതുകൊണ്ട് പിന്നെ പൊളിച്ചു. സോ പിന്നെ ആകെപ്പാട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 2 മുട്ടയെങ്കിലും മിനിമം വേണം. ബട്ട് ഞാൻ 1 മുട്ട എടുത്തുള്ളൂ. സാധാരണ 1 മുട്ട എടുക്കാറുള്ളൂ, കാരണം വെള്ളം കൂടിപ്പോയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. 2 മുട്ടയൊക്കെ ഇടുന്നത് നല്ലതാണെങ്കിലും തോന്നിയിട്ടായിട്ടിട്ട് വെള്ളം ഒഴിച്ചു. അപ്പോൾ വെള്ളം ഒഴിച്ചപ്പോൾ കൂടിപ്പോയി, അത്രേ ഉള്ളൂ. കുറച്ചധികം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വെള്ളം കുറച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഇനി 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കട്ടകളെല്ലാം കളഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊക്കെ നമുക്ക് ഇനി മെല്ലെ കളഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറച്ച് കൂടുതൽ കേട്ടോ. ഇനി നമുക്ക് നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കട്ടയൊക്കെ കളഞ്ഞു കൊടുക്കാം. നല്ലതുപോലെ കട്ടയുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ കട്ടയൊക്കെ ഏകദേശം കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞപ്പൊടി ഇടാം. ഇനി നമുക്ക് ഇത്ര മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മഞ്ഞപ്പൊടി ഇടണമെന്നില്ല, കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നല്ലപോലെ നമുക്ക് ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇത് ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാനുള്ള ടൈമിംഗ് ആണ്. അപ്പൊ നമുക്ക് ബേക്ക് ചെയ്യാൻ കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് ഇനി എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് അറിഞ്ഞൂടെ എന്തോ സംഭവിക്കാൻ. അപ്പോൾ നമ്മൾ ചെയ്തതില് കുറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, പക്ഷെ നല്ല സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പൊ കുറച്ച് വെള്ളം കൂടിയതിനോടനുബന്ധിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് കിട്ടും കേട്ടോ. അപ്പൊ ഇത് വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ